മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെ അനുനയിപ്പിക്കാൻ ബി.ജെ.പി. ശ്രമം തുടങ്ങി. ആഭ്യന്തര വകുപ്പ് കിട്ടാതെ വിട്ടുവീഴ്ചയില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇപ്പോൾ ഷിൻഡെ. മുഖ്യമന്ത്രി ബി.ജെ.പിയിൽ നിന്നായിരിക്കുമെന്ന അജിത് പവാറിൻ്റെ അഭിപ്രായവും ഷിൻഡെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീനാഥ്, മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു, നടന്നില്ല. ആഭ്യന്തരമന്ത്രിയാകാൻ ശ്രമിക്കുന്നു, അതും നടക്കുന്ന ലക്ഷണമില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം പ്രകോപിതനാകില്ലേ? SK കടുത്ത പ്രകോപനം ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഷിൻഡെ ഉള്ളത് സത്താരയിലാണ്, അതായത് അദ്ദേഹത്തിന്റെ സ്വദേശത്താണ്. ദില്ലിയിൽ ഒരു വട്ടം മുന്നണി നേതാക്കൾ അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ അജിത് പവാർ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിയിൽ നിന്നൊരാൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നതാണ്. അതിനുശേഷം ഈ മന്ത്രിസഭയിലെ വകുപ്പുകളുടെ കാര്യത്തിലാണ് കാര്യമായ ചർച്ചകൾ നടക്കേണ്ടിയിരുന്നത്. മുംബൈയിൽ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച നടക്കും എന്നതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്തതുമാണ്. പക്ഷേ ഷിൻഡെ ഈ യോഗങ്ങൾക്കൊന്നും തയ്യാറാവാതെ സത്താരയിലേക്ക് പെട്ടെന്ന് മടങ്ങുകയായിരുന്നു. അദ്ദേഹം യാതൊരു ചർച്ചയ്ക്കും ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല. ഇപ്പോൾ അദ്ദേഹം അസുഖബാധിതനാണ് എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് നല്ല പനിയുണ്ട്. ഡോക്ടർമാരൊക്കെ ഇന്നലെ എത്തി അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഷിൻഡെയെ മടക്കിക്കൊണ്ടുവന്ന് ഈ ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിച്ചാലേ സത്യപ്രതിജ്ഞയ്ക്കുള്ളിൽ തന്നെ ഈ തർക്കങ്ങളൊക്കെ തീരുകയുള്ളൂ. നിലവിൽ 5-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കും എന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പേര് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ 5-ാം തീയതി വൈകിട്ട് ആസാദ് മൈതാനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തരം വിട്ടു നൽകാൻ ബി.ജെ.പി. ഒരുക്കമല്ല, കിട്ടാതെ താൻ പുറകോട്ടില്ല എന്ന നിലപാടിൽ ഷിൻഡെ ഉറച്ചു നിൽക്കുന്നു. ഷിൻഡെയുടെ ഒരു ന്യായവാദം, കഴിഞ്ഞ തവണ ഷിൻഡെ മുഖ്യമന്ത്രിയായപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനായിരുന്നു ആഭ്യന്തര വകുപ്പ് കിട്ടിയത്. അതേ ഒരു കാര്യം ഈ സർക്കാരിന്റെ കാര്യത്തിലും നടക്കണം. ഉപമുഖ്യമന്ത്രിയാണെങ്കിലും തനിക്ക് ആഭ്യന്തരം നൽകണം എന്നതാണ് ഷിൻഡെയുടെ വാദം. അത് മാത്രമല്ല, നഗരവികസനം അടക്കമുള്ള ഹൗസിംഗ് വകുപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട പല വകുപ്പുകളും കിട്ടിയാൽ മെച്ചമെന്ന് പാർട്ടികൾ പരിഗണിക്കുന്ന പല വകുപ്പുകൾക്ക് വേണ്ടിയും ഇപ്പോൾ ഈ മുന്നണിക്കുള്ളിലെ പാർട്ടികൾ തമ്മിൽ തർക്കിക്കുകയാണ്. ഓക്കെ, ശ്രീനാഥ് തന്നെയാണ് മുംബൈയിൽ നിന്നും ടെലിഫോണിൽ ചേർന്നത്.